അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തിൽ സൂറത്തുൽ ബഖറയിൽ 87-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബനൂ ഇസ്രായേലുകാർക്ക് അവർ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന കാലഘട്ടത്തിൽ അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഓർമ്മപ്പെടുത്തിയത്. വദല്ലൽനാ അലൈക്കുമുൽ ഗമാമ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വമാ ളലമൂനാ വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. ആ കാലഘട്ടത്തിൽ അലഞ്ഞു തിരിയുന്ന കാലഘട്ടത്തിൽ അവർക്ക് അള്ളാഹു തണൽ നൽകി, മന്നും സൽവായും നൽകി. പക്ഷേ എന്നിട്ട് അവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണ് ചെയ്തത്. ആ അനുഗ്രഹത്തിൽ അവർ നന്ദി കാണിച്ചില്ല. അങ്ങനെ ഈ കാലഘട്ടം കഴിഞ്ഞു. അവരുടെ അലഞ്ഞു തിരിച്ചിലിൻ്റെ കാലം കഴിഞ്ഞു. ബൈത്തുൽ മഖ്ദിസിൻ്റെ നാട് ഫലസ്തീൻ, ഷാം, അവിടേക്ക് പ്രവേശിക്കാൻ അള്ളാഹു അവർക്ക് കൽപ്പന നൽകി. അതാണ് ഇനിയുള്ള ആയത്തിൽ പറയുന്നത്. പക്ഷേ കാലങ്ങളോളം കാത്തിരുന്ന ഒരു അനുഗ്രഹം അവർക്ക് ലഭിച്ച വേളയിൽ അവർ അത് എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിവരിക്കാൻ. അള്ളാഹു പറയുന്നു, വഇദ് ഖുൽനാദ്ഖുലൂ ഹാദിഹിൽ ഖർയ ഫകുലൂ മിൻഹാ ഹൈസു ശിഅ്തും റഗദൻ വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലൂ ഹിത്തഹ് നഗ്ഫിർ ലക്കും ഖതായാകും വസനസീദുൽ മുഹ്സിനീൻ. വഇദ് ഖുൽന, ഇത് എന്ന വാക്ക് നമ്മൾ പലതവണയായി ആവർത്തിക്കുന്നത്. എന്താ ഇത് എന്ന് പറഞ്ഞാൽ? ഉദ്കുർ, ഓർക്കുക. വഇദ് ഖുൽന, നാം പറഞ്ഞ വേള നിങ്ങൾ ഓർക്കുക, പറഞ്ഞ സന്ദർഭം നിങ്ങൾ സ്മരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നാം പറഞ്ഞ വേള സന്ദർഭം നിങ്ങൾ ഓർക്കുക. വഇദ് ഖുൽനദ്ഖുലൂ, നാം പറഞ്ഞു ഉദ്ഖുലൂ. ഉദ്ഖുലൂ അർത്ഥം ഉദ്ഖുലൂ എന്ന് നിങ്ങൾ പ്രവേശിക്കുക. വഇദ് ഖുൽനദ്ഖുലൂ ഹാദിഹിൽ ഖർയത, ഹാദിഹിൽ ഖർയ, ഹാദിഹി ഇത്, അൽ ഖർയ, ഖർയ പട്ടണം, ഈ പട്ടണത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക. ഇക്കാലഘട്ടത്തിൽ ഖർയത്ത് പൊതുവെ ആളുകൾ ഉപയോഗിക്കാറുള്ളത് ഏതിനാ? ഗ്രാമത്തിനാണ്. പട്ടണത്തിന് പറയാറുള്ള മദീന എന്നാണ് ഈ കാലഘട്ടത്തിൽ. പക്ഷേ അറബി ഭാഷ നിയമപ്രകാരം അടിസ്ഥാനപരമായി ഖർയത്ത് എന്നത് പട്ടണത്തിനും ഗ്രാമത്തിനും ഉപയോഗിക്കുന്ന ആൾക്കാർ കൂടിയ സ്ഥലത്തിനൊക്കെ ഖർയത്ത് എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വതആല മക്കയെക്കുറിച്ച് ഖർയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ നാടുകളെക്കുറിച്ച്, ഗ്രാമങ്ങളെക്കുറിച്ച് ഖർയത്ത് എന്ന് അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഖർയത്ത് എന്നത് ഇവിടെ ഉദ്ദേശം പട്ടണമാണ്. വഇദ് ഖുൽനദ്ഖുലൂ ഹാദിഹിൽ ഖർയ, നാം പറഞ്ഞു ഉദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കുക, ഹാദിഹിൽ ഖർയ, ഈ ഖർയത്തിലേക്ക്, ഈ പട്ടണത്തിലേക്ക്. ഇത് ബൈത്തുൽ മഖ്ദിസിൻ്റെ നിലനിന്നിരുന്ന സ്ഥലമാണ്. അതാണ് ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം. വേറെ ചിലർ പറഞ്ഞു അത് അരീഹ എന്ന പട്ടണമായിരുന്നു. അല്ലാഹു അലം, ബൈത്തുൽ മഖ്ദിസാണ് എന്നതാണ്, ഇത് ഫലസ്തീനാണ് അവിടെ ഉദ്ദേശം എന്നതാണ് വല്ലാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായങ്ങൾ. അതാണ് മുഫസ്സിരീങ്ങൾ ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം. മാത്രം ഹദീസുകളോട് യോജിക്കുന്നൊക്കെ തന്നെ. വഇദ് ഖുൽനാദ്ഖുലൂ ഹാദിഹിൽ ഖർയ ഫകുലൂ മിൻഹാ ഹൈസു ശിഅ്തും റഗദൻ. ഫകുലൂ മിൻഹ, നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. കുലു എന്ന് പറയുമ്പോൾ ഭക്ഷിച്ചു കൊള്ളുക. കുലു എന്ന് പറയുമ്പോൾ ജംഇനോടാണ്, കുറേ ആളുകൾക്ക്. നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. മിൻഹ ഐ മിനൽ ഖറിയത്തി, ആ പട്ടണത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. ഹൈസു ശിഅ്തും, ഹൈസു ശിഅ്തും. ഈ ആയത്ത് ഇതേപോലെ വേറെ സ്ഥലത്ത് വന്നു. എവിടെ വന്ന്? കുറച്ച് മുന്നേ വന്നില്ലേ ഇത്? ഇതേപോലെ തന്നെ ചെറിയ വ്യത്യാസമുള്ള അവിടെ. റഗദൻ ഹൈസു ശിഅ്തും എന്നാണ്. ആരോടെ പറഞ്ഞത്? ആദം നബിയോട് പറഞ്ഞ അലൈഹിസ്സലാം അല്ലേ? അവിടെ ഇതേ കാര്യമായിരുന്നു. പക്ഷേ റഗദൻ അവിടെ മുൻപും ഹൈസു ശിഅ്തും എന്നുള്ളത്, അതായത് റഗദൻ ഹൈസു ശിഅ്തും എന്നായിരുന്നു ആ ആയത്തിലുണ്ടായിരുന്നത്. കുറച്ച് മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള ആയത്ത്. ഇവിടെ ഉള്ളത് ഹൈസു ശിഅ്തും റഗദൻ. ഹൈസു ശിഅ്തും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങൾ ഷാ യശാഉ ഷാ ഷിഅ്തു ഷിഅ്ത ഷിഅ്തും. ഷിഅ്തും, ഷിഅ്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചെടുത്ത്. ഷാ ആണ് ശരിക്കും. അത് മാദിയ മുദാരി ഏതാണ്?
ഏതാ മതിയല്ലേ? ഷിയത്തുന്ന് കണ്ടിട്ട് അവസാനത്തിൽ താമീം കാണില്ലേ ഞങ്ങള്? മതിയല്ലേ ഇത്? സംശയം? ഷിയത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിന്ന് കഴിച്ചുകൊള്ളുക. ഹൈ സുഷിയത്തും നിങ്ങൾ എവിടെ നിന്നാണോ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് കഴിച്ചുകൊള്ളൂ. റഗദൻ, റഗദൻ മുൻപ് അർത്ഥം പറഞ്ഞ വാക്കാം, ഓർമ്മ ഉണ്ടാക്കിയെങ്കിലും. ഹനീഅൻ സുഖസൗകര്യത്തോടെ, എളുപ്പത്തിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ, ആശ്വാസത്തോടെ, പ്രയാസമില്ലാതെ നിങ്ങൾ എവിടെ നിന്ന് ഭക്ഷിച്ചോളൂ. നിങ്ങൾ എവിടെ നിന്നും നിങ്ങൾക്ക് എന്താ അവിടെ ഉള്ളതൊക്കെ ഭക്ഷിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് സുഖസുന്ദരമായി എളുപ്പത്തിലെടുക്കാം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ അറാഫിൽ ഈ ആയത്ത് ചെറിയ വ്യത്യാസത്തിൽ വന്നിട്ടുണ്ട്. 161 ആയത്തിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറ്റുകയാണെങ്കിൽ ഈ ആയത്തും ആ ആയത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കണ്ടെത്തിയിട്ട് കൊണ്ടുവരും. സൂറത്തുൽ അറാഫിൽ 161 ആയത്തിൽ ഇതേ കാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ചെറിയ വ്യത്യാസമുണ്ട്, വളരെ ചെറിയ വ്യത്യാസങ്ങളാണുള്ളത്. ആ വ്യത്യാസങ്ങൾ എന്താണെന്ന് നിങ്ങൾ അടുത്ത തവണ കണ്ടെത്തിയിട്ട് വരാം. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا. ശരി, നിങ്ങൾ വിജയിക്കണം. ഇത്രയും കാലം നിങ്ങൾ കണ്ടെത്താതിരുന്ന പട്ടണം നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു തന്നിരിക്കുകയാണ്. അപ്പോൾ ആ പട്ടണത്തിലേക്ക് ആ പട്ടണത്തിലേക്ക് വദ്ഖുലു നിങ്ങൾ പ്രവേശിക്കുക, അൽ ബാബ ആ പട്ടണത്തിൻ്റെ വാതിൽ. പട്ടണത്തിന് വാതിൽ, പല വാതിലുകളുണ്ടായിരുന്നു എന്നാണ് ചില മുഫസ്സിരിങ്ങൾ പറയുന്നത്. അതിലെ പ്രധാന വാതിൽ നിങ്ങൾ അതിലൂടെ പ്രവേശിക്കുക. വദ്ഖുലുൽ ബാബ സുജ്ജദൻ. പഴയ കാലത്ത് പ്രത്യേകിച്ചും പട്ടണങ്ങൾക്ക് മതിലും വാതിലുകളും ഉണ്ടായിരുന്നു. കൊള്ളക്കാർ പെട്ടെന്ന് കയറി വരാതിരിക്കാനും മറ്റൊക്കെ വേണ്ടി പട്ടണങ്ങൾ മൊത്തത്തിൽ മതിലുകൾ കൊണ്ട് ചുറ്റാറുണ്ടായിരുന്നു. അപ്പോൾ ഈ മതിൽ അതിൻ്റെ ഒരു വാതിലുണ്ട്, ആ വാതിലിലൂടെ നിങ്ങളങ്ങ് പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലുൽ ബാബ സുജ്ജദൻ. വദ്ഖുലുൽ ബാബ നിങ്ങൾ ആ വാതിലിലേക്ക് കടന്നുകൊള്ളുക, പ്രവേശിച്ചു കൊള്ളുക. സുജ്ജദൻ. ചിലർ പറഞ്ഞു സുജൂദ് അലായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ സുജൂദിലായിക്കൊണ്ട് എങ്ങനെയാണ് പ്രവേശിക്കാൻ പറ്റുമോ? അവർ പറഞ്ഞു പ്രവേശിച്ച ശേഷം നിങ്ങൾ സുജൂദ് ചെയ്യുക. അതാണ് ഒരു തഫ്സീർ. വേറെ ചിലർ പറഞ്ഞല്ല, അങ്ങനെയല്ല. അതാണ് രണ്ടാമത് പറയുന്നത്. ഞാൻ ഈ പറയുന്ന അഭിപ്രായമാണ് ധാരാളം പേരുടെ അഭിപ്രായം. വദ്ഖുലുൽ ബാബ റുക്അൻ. നിങ്ങൾ പ്രണമിച്ചുകൊണ്ട്, റുകൂഇലായിക്കൊണ്ട്, കുനിഞ്ഞുകൊണ്ട്, തലതാഴ്ത്തിക്കൊണ്ട് ഈ പട്ടണത്തിലേക്ക് പ്രവേശിക്കുക. എന്തിനാത്? വിനയാന്വിതരായിട്ട് കയറാൻ വേണ്ടിയിട്ട്, അഹങ്കാരികളായിട്ടല്ല ആ പട്ടണത്തിലേക്ക് കയറേണ്ടത്. വിനയാന്വിതരായി, അള്ളാഹുവിനോട് താഴ്മയുള്ളവരായി, വിനയം കാണിക്കുന്നവരായി, ഒതുക്കമുള്ളവരായിക്കൊണ്ട് നിങ്ങൾ ഈ പട്ടണത്തിലേക്ക് പ്രവേശിക്കണം. അഹങ്കാരം കാണിക്കരുത്. അതിന് പൊതുവേ നിങ്ങൾക്കറിയാം, ചരിത്രം എടുത്തു നോക്കിയാൽ ഈ കാലഘട്ടത്തിൽ പോലും ബിൽഖീസ് രാജ്ഞി പറഞ്ഞതുപോലെ ഇന്നൽ മുലൂക ഇദാ രാജാക്കന്മാർ നാടുകൾ കീഴടക്കിയാൽ അഫ്സദൂഹ, നാട് നശിപ്പിക്കുകയാണ് ചെയ്യുക. പട്ടാളക്കാർ ആർത്തു വിളിക്കും, ഇടിച്ചു തെറിപ്പിക്കും, ജനങ്ങളെ നശിപ്പിക്കും, ആളുകളുടെ വീടുകൾ തകർക്കും, സമ്പത്ത് കൊള്ളടിക്കും. നിങ്ങളങ്ങനെ കയറരുത്. വദ്ഖുലുൽ ബാബ സുജ്ജദ്. നിങ്ങൾ സുജൂദിലായിക്കൊണ്ട് വിനയാന്വിതരായി അവിടേക്ക് കയറുക. കാരണം പൊതുവെ യുദ്ധത്തിൽ വിജയിക്കുമ്പോൾ മനുഷ്യൻ്റെ വൈകാരികത ആളിക്കത്തുന്ന സമയമാണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് കൈവിടിയരുത്, അഹങ്കാരികളാകരുത്, മറിച്ച് വിനയാന്വിതരായി നിങ്ങൾ അവിടെ കൂടെ പ്രവേശിക്കുക. വഖൂലു ഹിത്ത. വഖൂലു ഹിത്ത. നിങ്ങൾ ഹിത്ത എന്ന് പറയുക. ഹിത്ത, ഹത്ത എന്ന് അറബിയിൽ നിങ്ങൾ കേട്ടില്ല? ഹത്ത ഹത്ത യഹുത്തു യഹുത്തു അൻകും ഖതായാക്കും. അവരോട് വന്നിട്ടുള്ളത് എന്താ? ഹത്ത എന്ന് പറഞ്ഞാൽ കൊഴിച്ച് കളയുക, തിന്മകൾ കൊഴിച്ച് കളയുക. പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഹിത്ത, ഹിത്ത എന്നുള്ള വാക്ക് ഉലമാക്കൾ പറഞ്ഞു അതിൻ്റെ അർത്ഥം ഐ ഹുത്ത അന്ന ഖതായാന. അള്ളാഹുവെ, ഞങ്ങളുടെ തെറ്റുകൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. ഇത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട്, പാപമോചനം തേടിക്കൊണ്ട് നിങ്ങൾ ഈ വാതിലിലൂടെ കയറിപ്പോവുക. അതാണ് അതിൻ്റെ അർത്ഥം. വാക്ക് ഒറ്റ വാക്കാണ് ഹിത്ത. പക്ഷെ അതിൻ്റെ ഉദ്ദേശം എന്താ? ഹുത്ത അന്ന ഖതായാന. ഞങ്ങളുടെ തിന്മകൾ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണം. അപ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടും
റുകൂഇലായിക്കൊണ്ടും ഈ വാതിലിലൂടെ നിങ്ങൾ പ്രവേശിക്കുക. അപ്പോൾ 2 കാര്യമാണ് കൽപ്പന. ഒന്ന് അമ്രുൻ ഫിഅലി, 2 അമ്രുൻ ഖൗലി. ഒന്ന് വാക്ക്, പറയാനുള്ള വാക്ക്, എന്താ വാക്ക്? ഹിത്താന്ന് പറയണം. 2 ചെയ്യാനുള്ള കാര്യം എന്താ? റുകൂഇലായിക്കൊണ്ട് അള്ളാഹുവിനെ പ്രണമിച്ചുകൊണ്ട് പ്രവേശിക്കണം. അപ്പോൾ 2 കാര്യമുണ്ട്, ഖൗലും ഉണ്ട് ഫിഅലും ഉണ്ട്. അവരോട് കൽപ്പിച്ച കാര്യം. നഗ്ഫിർ ലക്കും ഖതായാക്കും, അങ്ങനെ നിങ്ങൾ ചെയ്താൽ. നോക്കൂ, അവിടെ നഗ്ഫിറു എന്നല്ല, പിന്നെ നഗ്ഫിർ എന്നാണ് പറഞ്ഞത്. റാഇന് സുക്കൂനാണ്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ പണ്ട് പറയാറില്ല, അത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ നഗ്ഫിർ, ഞാൻ എന്ത് ചെയ്തു തരും? ഞാൻ പുറത്തു തരും. നഗ്ഫിർ ഷർത്ത് ജവാബ് പറയാറില്ല, അതാണ് അവിടെ ഉള്ളത്. നഗ്ഫിർ, നാം പുറത്തു നൽകും. നഗ്ഫിർ എന്ന് പറയുന്നത് അള്ളാഹു അവനിലേക്ക് ചേർത്തിക്കൊണ്ട് നാം പുറത്തു നൽകുന്നതാണ്. ലക്കും, നിങ്ങൾക്ക്. ഖതായാക്കും, ഖതായ എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ബഹുവചനം? അത് ഖതീഅത്ത്. ഏതാ? ഖതീഅത്ത്. ഖതീഅത്തിൻ്റെ ബഹുവചനാണ് ഖതായ. അപ്പോൾ ഖത ഉണ്ട്. ഖത കേട്ടിട്ടില്ലേ നിങ്ങൾ? ഖത കേട്ടണോ? ഖത ഉണ്ട്, ഖതീഅത്തും ഉണ്ട്. എന്തായാലും വ്യത്യാസം? എന്താ ചെറിയ വ്യത്യാസമുണ്ട്. ഖത അബദ്ധമാണ്, ഖതീഅത്തോ ബോധപൂർവം ചെയ്യുന്നത്. ഖത അബദ്ധത്തിൽ സംഭവിക്കുന്നത്, എന്നാൽ ഖതീഅത്ത് ബോധപൂർവം ചെയ്യുന്ന തിന്മകളാണ്. അങ്ങനെ 2 തമ്മിൽ വ്യത്യാസം. സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലെ ദുആയിൽ എന്താ ഉള്ളത്? ഖതായാണ്. അതുപോലെ വേറെ ഏതല്ലേ? റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന അഖ്തന. അതേതാ? അത് അബദ്ധാണ്. അഖ്തഅന എന്നുള്ളത് അബദ്ധാണ്, അബദ്ധത്തിൽ സംഭവിക്കുന്നത്, അറിയാതെ പറ്റിപ്പോകുന്നത്. മറ്റേതോ? ഇത് ബോധത്തിൽ സംഭവിക്കുന്നത്. ഇത് ബോധപൂർവം ചെയ്യുന്നതിനാണ് ഖതീഅ എന്ന് പറയാം. ബോധപൂർവം ചെയ്യുന്ന ആൾക്ക് ഖതീഅത്ത് ചെയ്തവനാണ് ഖാത്തി എന്ന് പറയാം അറബിയിൽ. ഖാത്തി. മറ്റവനോ എന്താ പറയുക? അഖ്തഅക്ക്, അബദ്ധത്തിൽ സംഭവിച്ചവന് അല്ല. എന്താ? ഹസൻത, മുഖ്തി എന്ന് പറയാം. എന്താ വ്യത്യാസം? ഖതീഅത്ത് ചെയ്തവൻ ആരാണ്? ഖാത്തി ആണ്. ഖാത്തി ആരാണ്? ബോധപൂർവം ചെയ്യുന്നവനാണ്. മറ്റേ അഖ്തഅൻ, അത് അബദ്ധത്തിൽ പറഞ്ഞു പോകുന്നത്. ഇതിന് ചെറിയ വ്യത്യാസമുള്ളത് സംഭവം വാക്കുകൾക്കിടയിൽ. അഖ്തഅ മുഖ്തിഅൻ, മുഖ്തി. അതുകൊണ്ട് ഖുർആനിൽ ഇത് 2 വേർതിരിച്ചിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല യൂസുഫ് നബിൻ്റെ മക്കൾ എന്താ പറഞ്ഞത് ബാപ്പാനോട്? യാ അബത്തി യാ അബാന ഇസ്തഗ്ഫിർ ലനാ ഇന്നാ കുന്നാ ഖാതിഈൻ. അത് യൂസുഫ് നബിനോട് ഒരു പറഞ്ഞിട്ടുണ്ട്. ആസറക്കല്ലാഹു അലൈന ഇന്നാ കുന്നാ ഖാതിഈൻ. ഖാതി എന്ന് പറഞ്ഞാൽ ബോധപൂർവം ചെയ്ത ആൾക്കാണ് ഖാതി എന്ന് പറയുന്നത്. അബദ്ധം പണിഞ്ഞതല്ല, ഞങ്ങൾ ബോധപൂർവം ചെയ്തതാണ്. ബോധപൂർവം പറ്റിപ്പോയ തിന്മയാണ്. കാരണം യൂസുഫ് നബിൻ്റെ മക്കൾ യൂസുഫിനോട് ചെയ്തത് അബദ്ധം സംഭവിച്ചാണോ? അല്ല, ബോധപൂർവം ചെയ്തതാണ്. അഫ്വനായ യാക്കൂബ് നബിയുടെ മക്കൾ, ഞാൻ യൂസുഫ് നബിയുടെ മക്കൾ എന്നാണ് പറയുന്നത്. യാക്കൂബ് നബിയുടെ മക്കൾ, യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ. ശരി. വഖൂലു ഹിത്ത, നിങ്ങൾ ഹിത്ത എന്ന് പറയുക. നഗ്ഫിർ ലക്കും ഖതായാക്കും, നിങ്ങളുടെ ഖതായാക്കൾ, നിങ്ങളുടെ തിന്മകൾ ഞാൻ നിങ്ങൾക്ക് പുറത്ത് നൽകും. വസനസീദുൽ മുഹ്സിനീൻ. സനസീദ് എന്ന് പറയുന്നില്ല, നാം വർദ്ധിപ്പിച്ച് നൽകും. അതിൻ്റെ മാതി ഇങ്ങനെ ജാദ യസീദു നസീദ്. വസനസീദ്, നാം വർദ്ധിപ്പിച്ച് നൽകും. ആർക്ക്? അൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക് നാം അധികരിപ്പിച്ച് നൽകും. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ആരാ? മുഹ്സിൻ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്ന ആളുകൾ. ചിലർ പറഞ്ഞു മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ഇഹ്സാനുള്ള ആൾക്കാരാണ്. ലില്ലദീന അഹ്സനു അൽ ഹുസ്ന വസിയാദ. ഷൻഖീത്ത് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഉദ്ദേശം ഇഹ്സാനാണ്. ഇഹ്സാൻ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ആരാധിക്കുക എന്നുള്ള അതാണ്. ചിലർ പറഞ്ഞു, ഇബ്നു ഉസൈമീൻ പറഞ്ഞു ഇല്ല, അങ്ങനെയല്ല. നന്മ ചെയ്താൽ ആൾക്കാർ, നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ ഇതിനോടൊപ്പം ഈ പറഞ്ഞത് ചെയ്യുകയും പിന്നെ നിങ്ങൾ നന്മ അധികരിപ്പിക്കുകയാണെങ്കിലോ നമ്മൾ പ്രതിഫലം
അധികരിപ്പിച്ചു തരും, കൂടുതൽ തിന്മ പുറത്തു തരുന്നതിനേക്കാൾ കൂടുതൽ പിന്നെ എന്തുണ്ടാവും? നന്മ ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രതിഫലങ്ങൾ നൽകുകയും ചെയ്യും. അപ്പോൾ തിന്മ പുറത്തു തരികയും ചെയ്യും, പ്രതിഫലങ്ങൾ കൂടുതലായി നൽകുകയും ചെയ്യും. മനസ്സിലായി പറഞ്ഞേ? അതിൻ്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ലേ? വസനസീദു അൽ മുഹ്സിനീൻ. فبدل الذين ظلموا قولا غير الذي قيل لهم فبدل മാറ്റി മറിച്ചു. فبدل الذين ظلموا അതിക്രമം പ്രവർത്തിച്ച ആളുകൾ ബദ്ദൽ അവർ മാറ്റി മറിച്ചു. فبدل الذين ظلموا قولا വാക്ക് മാറ്റി മറിച്ചു. غير الذي قيل لهم غير അല്ലാത്തത്, الذي قيل لهم അവരോട് പറയപ്പെട്ടതല്ലാത്ത വാക്ക് അവർ പറഞ്ഞു. അവരോട് പറഞ്ഞത് എന്താ? ഹിത്താന്ന് പറയാനാണ്. പക്ഷെ അവർ ആ വാക്ക് മാറ്റി മറിച്ചു, അവരത് പറഞ്ഞില്ല, വേറെ വാക്ക് പറഞ്ഞു. فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. فأنزلنا فأنزلنا അപ്പോൾ അങ്ങനെ അക്കാരണത്താൽ فأنزلنا നാം ഇറക്കി على الذين ظلموا തിന്മ ചെയ്തവരുടെ മേൽ റിജ്സൻ ഇറക്കി. അറബിയിൽ റിജ്സും ഉണ്ട്, റിജിസും ഉണ്ട്. റിജിസുമുണ്ട്, റിജിസുമുണ്ട്. ചെറിയ വ്യത്യാസം. റിജിസ് അദാബാണ്, ശിക്ഷ. റിജിസ് നജസാൻ. വജ്തനിബുർ റിജിസ മിനൽ ഔസാനി. ചില ആൾക്കാർ പറഞ്ഞു ശിർക്കിൻ്റെ ദാനങ്ങൾ നജസ എന്ന് പറയുന്നത്. വജ്തനിബു റിജിസ് എന്നുള്ളത് നജസാൻ, മാലിന്യം. റിജിസ് എന്നുള്ളത് ശിക്ഷയാണ്. ശരി, റിജിസ് എന്നാൽ ഫഅൻസൽനാ അലല്ലദീന ളലമു റിജിസൻ നാം റിജിസ് ഇറക്കി, ശിക്ഷ ഇറക്കി. മിനസ് സമാ, എവിടെ നിന്ന്? ആകാശത്ത് നിന്ന്. സമ എന്നുള്ള വാക്ക് ശരിക്കും വെറും ആകാശം എന്ന അർത്ഥമല്ല അതിനുള്ളത്, മുകളിലുള്ളതിനാണ് സമ എന്ന് പറയുന്നത്. സമ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഫിസ്സമ എന്ന് പറഞ്ഞാൽ അള്ളാഹ് മുകളിലാണെന്നാണ്, ആകാശത്തിനുള്ളിലാണെന്നല്ല. ഫിസ്സമ എന്ന് പറഞ്ഞാൽ മുകളിലാണ്. സമ എന്നുള്ള ശരിക്ക് മുകളിലുള്ളതിന് പറയുന്ന വാക്കാണ്. അതൊക്കെ സമ ആണ്. സമ എന്ന് പറഞ്ഞാൽ മുകളിലുള്ളത്. അപ്പോൾ മുകളിൽ നിന്ന് നാം ഒരു ശിക്ഷ ഇറക്കി. ബിമാ കാനു യഫ്സുഖൂൻ അവർ ഫിസ്ക് ചെയ്തത് കാരണം. ഫിസ്ക് എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്തത് കാരണത്ത്. പൊതുവെ ഫിസ്ക് എന്ന വാക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓർമ്മ. ഫിസ്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫിസ്കുൻ അക്ബർ, രണ്ട് ഫിസ്കുൻ അസ്ഗർ. ഫിസ്കുൻ അക്ബർ എന്ന് പറയുന്നത് ശിർക്ക്, കുഫർ പോലുള്ള കാര്യങ്ങളാണ്. ഫിസ്കുൻ അസ്ഗർ എന്ന് പറയുന്നത് ചെറിയ തിന്മകളാണ്. തിന്മകളാണ്. അതിൽ തന്നെയും പൊതുവെ ഫിസ്ക് ഉപയോഗിക്കാറുള്ള ധിക്കാരം, അള്ളാഹനെ ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്ന തിന്മകൾക്കാണ്. ഫാസിഖ് എന്ന വാക്ക് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓർമ്മ. തിന്മ ചെയ്യുന്ന ആൾക്കാർക്ക് ഫാസിഖ് എന്ന് പറയാം പൊതുവെ. അപ്പോൾ അവർ തിന്മ പ്രവർത്തിച്ചത് കാരണത്താൽ അവരുടെ മേൽ നാം എന്ത് ചെയ്തു? ശിക്ഷ ഇറക്കുകയും ചെയ്തു. ഈ ആയത്ത് യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് ബനൂ ഇസ്രായേലുകാരുടെ ധിക്കാരത്തിൻ്റെ കാഠിന്യം ബോധ്യപ്പെടുത്തുന്ന ആയത്ത്. അതിന് തഫ്സീർ വായിക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് അനുഭവപ്പെടും, എന്താണ് ഇതിൻ്റെ കാരണം, എന്തിനാണ് ഇവർ ഈ ധിക്കാരം കാണിച്ചത് എന്ന് നമുക്ക് അത്ഭുതം അങ്ങേറ്റം തോന്നിപ്പോകും. എന്തിനാണ് ഇവിടെ ധിക്കരിച്ചത്? അവിടെ ധിക്കരിക്കാനുള്ള ഒരു കാരണം എന്താണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് അവരുടെ ഉള്ളിലുള്ള ഹുബ്സല്ലാതെ വേറൊരു കാരണവും ചിലപ്പോൾ തോന്നില്ല. കാരണം ഇങ്ങനെ ധിക്കരിക്കേണ്ടതായ യാതൊരു ആവശ്യവുമില്ലാത്ത, ഒരു കാരണവുമില്ലാത്തൊരു സന്ദർഭത്തിൽ വരെ അവർ പുലർത്തിയ ധിക്കാരത്തിൻ്റെ കാഠിന്യം ഈ ആയത്തുകളിലുണ്ട്. നമുക്കതിൻ്റെ തഫ്സീർ ഇന്ന് ഞാൻ ചിലപ്പോൾ വായിക്കുകയാണെങ്കിൽ അവസാനം വായിക്കുക, എൻ്റെ അർത്ഥം അങ്ങനെ പറഞ്ഞു പോകാൻ വേണ്ടി. ഇന്ന് തഫ്സീർ പറയുക, കാരണം സമയം ചിലപ്പോൾ അധികരിക്കും. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഈ അലഞ്ഞു തിരിയലിന് ശേഷം മിസ്റിനും ഷാമിനും ഇടയിൽ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ 40 വർഷങ്ങൾക്ക് ശേഷം മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹം മരണപ്പെട്ടു. അതിനു മുൻപ് ഹാറൂൻ അലൈഹിസ്സലാം മരണപ്പെട്ടു. പിന്നീട് അവരുടെ നേതാവായി നിശ്ചയിക്കപ്പെട്ടത് യൂഷാ ബിൻ നൂനാണ്. യൂഷാ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ഖദറിൻ്റെ അടുത്തേക്കുള്ള യാത്രയിലൊപ്പം ഉണ്ടായിരുന്നയാൾ, യൂഷാ ബിൻ നൂൻ. പിന്നീട് യൂഷാ ആണ് അവരുടെ നേതാവായത് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഈ 40 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ
ബൈത്തുൽ മഖ്ദിസിൻ്റെ അല്ലെങ്കിൽ ഫലസ്തീൻ്റെ അതിരുകൾക്ക് പുറത്തെത്തി, ഷാമിൻ്റെ പുറത്ത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് യുദ്ധം ചെയ്യാൻ കൽപ്പന കൊടുത്തു. അങ്ങനെ അദ്ദേഹം യുദ്ധം ചെയ്തത് വൈകുന്നേര സമയത്താണ്. വൈകുന്നേരത്തിലാണ് അദ്ദേഹം യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചത്. ആ സംഭവം ബുഖാരിയിലുണ്ട്, ഹദീസ് ബുഖാരിയിലുണ്ട്. അങ്ങനെ യുദ്ധം വിജയിക്കാൻ അടുത്ത് നിൽക്കുന്ന യുദ്ധത്തിൻ്റെ ഹദീസ് കുറച്ച് സുദീർഘമായ ഹദീസ്, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. യുദ്ധം വിജയിക്കാൻ നിൽക്കുന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കാനായി എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആ സമയത്ത് പറഞ്ഞു, അന മഅമൂറുൻ വ അൻതി മഅമൂറ. അദ്ദേഹം സൂര്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നിലകൊള്ളുന്നവനാണ്, നീയും അള്ളാഹുവിൻ്റെ കൽപ്പനയിലാണ് ചലിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദുആ ചെയ്തു അള്ളാഹുവിനോട് സൂര്യനെ പിടിച്ചു നിർത്താൻ വേണ്ടി കുറച്ച് സമയത്തേക്ക്. അങ്ങനെ സൂര്യൻ പിടിച്ചു നിർത്തപ്പെട്ട നബിയാണ് അദ്ദേഹം, യൂഷഅ ബിൻ നൂൻ അലൈഹിസ്സലാം. ആ സംഭവം ഉണ്ടാകുന്നത് ഈ കാര്യത്തിലാണ്. ബൈത്തുൽ മഖ്ദിസ് പിടിച്ചടക്കുക എന്ന ഇസ്രായേലിയർ അത് കീഴടക്കുന്ന സന്ദർഭത്തിലാണ് അവർക്ക് ഈ പറഞ്ഞ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് എൻ്റെ ഓർമ്മ. ഈ ഹദീസ് ഹദീസിൻ്റെ ഓർമ്മയിൽ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ബുഖാരി അല്ലെങ്കിൽ മുസ്ലിം, രണ്ടിലൊരാൾ എന്തായാലും ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹീഹ് ഹദീസാണ്, ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, അന മഅമൂർ വ അൻതി മഅമൂറ, ഞാൻ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള കൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്നവരാണ്, നീയും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവെ സൂര്യനെ കുറച്ചു നേരത്തേക്ക് പിടിച്ചു വെക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണത്. അങ്ങനെ ആണ് അദ്ദേഹത്തിന് ഈ വിജയം ലഭിക്കുന്നത്. അള്ളാഹു അവരോട് അള്ളാഹു ഈ വിജയം ലഭിച്ചപ്പോൾ അവരോട് അള്ളാഹു പറഞ്ഞു, ദുഖുലു ഹാദിഹിൽ ഖറിയ, നിങ്ങൾ ഈ പട്ടണത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറഞ്ഞു, യാ ഖൗമി ദുഖുലുൽ അർദൽ മുഖദ്ദസത അല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദു അലാ അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരീൻ. ഇത് മൂസാ നബിൻ്റെ കാലത്ത് അവരോട് പറഞ്ഞാണ്. അന്നാണ് അവരിത് അനുസരിച്ചില്ല. നിങ്ങൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് പ്രവേശിച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അന്ന് അവർ കേട്ടില്ല. അതിന് കാരണത്താലാണ് അവർക്ക് 40 വർഷക്കാലം അവർ അലിഞ്ഞിരിക്കേണ്ടത്. പിന്നീടാണ് അവരോട് ഇവിടേക്ക് പ്രവേശിക്കാൻ അള്ളാഹു കൽപ്പിച്ചത്. അങ്ങനെയാണ് അവർ പ്രവേശിക്കുന്നത്. ആ സന്ദർഭത്തിൽ അവർ പേടിച്ചു നിന്നു. ആ തലമുറ പിന്നീട് മരിച്ചുപോയതിന് ശേഷമാണ് യൂഷഅ ബിൻ നൂൻ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിയർ അവർ ബൈത്തുൽ മഖ്ദിസ് കീഴടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂറത്തുൽ അറാഫിലെ ആയത്ത് വന്നിട്ട് നിങ്ങൾ പരിശോധിക്കണം കേട്ടോ അടുത്ത തവണ വരുമ്പോൾ. എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു, ഫകുലു മിൻഹ, നിങ്ങൾ ഈ പട്ടണത്തിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളുക, ഹൈസു ശിഅ്തും റഗദൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് താമസിക്കാനും അനുവാദമുണ്ട്, ഇഷ്ടമുള്ളിടത്തു നിന്ന് ഭക്ഷണം കഴിക്കാനും അള്ളാഹു അവസരം നൽകി. ഇതൊക്കെ അള്ളാഹു അവർക്ക് അനുവാദം കൊടുത്തിരിക്കുന്നു. വദ്ഖുലുൽ ബാബ സുജ്ജദൻ, നിങ്ങൾ ഈ വാതിലിലൂടെ റുകൂഇലായിക്കൊണ്ട്, അതായത് കുനിഞ്ഞുകൊണ്ട് താഴ്മ കാണിച്ചുകൊണ്ട് നിങ്ങൾ അവിടേക്ക് പ്രവേശിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിനയം കാണിക്കേണ്ട സന്ദർഭമാണിത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്ക വിജയിച്ചടക്കിയ ദിവസം അവിടുത്തെ കുതിരപ്പുറത്ത്, അവിടുന്ന് ഒട്ടകപ്പുറത്ത് അവിടുന്ന് ഇരുന്നിരുന്നത് തലകുനിച്ചുകൊണ്ടായിരുന്നു. അവിടുത്തെ വിനയം കാരണത്താൽ ഹദീസിൽ കാണാം, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഹത്ത ഇന്ന റഅസഹ ലയുസീബു മൗരിക റഹ്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശിരസ് തൻ്റെ യാത്രാവാഹനത്തിനോട് ഒട്ടുന്നത്ര അവിടുന്ന് തല താഴ്ത്തിക്കൊണ്ടാണ് ഉണ്ടായിരുന്നത് മക്ക വിജയിച്ചടക്കാൻ സമയത്ത്. സുബ്ഹാനല്ലാഹ്, മക്ക വിജയിച്ചടക്കാൻ, നിങ്ങളിത് ശരിക്കും ഇത് തിരിച്ചു വരുന്ന ഒരു സൈന്യത്തിൻ്റെ കണ്ണിലൂടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പൊതുവെ അടിച്ചമർത്തപ്പെടുകയും നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് ഇവർ വിജയശ്രീലാളിതരായി തിരിച്ചു കയറുന്നത്, അവനവൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. പൊതുവെ മനുഷ്യരുടെ സ്വഭാവം എന്തായിരിക്കും? കിബറിൻ്റെതായിരിക്കും.
ശബ്ദമുണ്ടാക്കുകയും ഒച്ചയുണ്ടാക്കുകയും അട്ടഹസിക്കുകയും ഞങ്ങൾ തകർക്കും, ഞങ്ങൾ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കയറാം. പൊതുവെ മനുഷ്യരുടെ സ്വഭാവം തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നാടുകൾക്ക് കിടക്കിയ സമയത്തൊക്കെ ആളുകൾ ജനങ്ങൾ പൊതുവെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതിൽ വലിയൊരു പാഠമുണ്ട്. ഒരു മുസ്ലിം ഒരിക്കലും അങ്ങനെ ആകരുത്. ഒരു നാട് വിജയിച്ചടക്കുമ്പോൾ അഹങ്കാരം കാണിക്കരുത്. അള്ളാഹു ചെയ്തെന്ന നിഅമത്താണ്, വിനയം കാണിക്കണം. അതുകൊണ്ടാണ് സ്വഹാബികളിൽ ചിലർ മക്കം ഫത്ഹിൻ്റെ ദിവസത്തിൽ അവർ പറഞ്ഞു, ഇന്ന് രക്തം ഒഴുക്കാനുള്ള ദിവസമാണ്, ഇന്ന് വാളുകൾ രക്തം കൊണ്ട് നനയുന്ന ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തടയാൻ ചെയ്തു, അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. അവിടുന്ന് ഇത് കാരുണ്യത്തിൻ്റെ, പക്ഷേ ആരാണ് ഈ പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ നാട്ടിൽ നിന്ന് എത്രയും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് പുറത്തു പോയത്. എത്ര തവണയാണ് അവർ പിന്നീട് അവിടത്തേക്കെതിരെ യുദ്ധത്തിന് വന്നത്? അവരിൽ പലരും അവിടെ ഇപ്പോഴും ഉണ്ട്. ബദറിലും ഉഹദിലും അഹ്സാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ യുദ്ധം ചെയ്ത അവിടുത്തോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട പല സ്വഹാബിമാരെയും വധിച്ചു കളഞ്ഞ ധാരാളം പേർ ഇപ്പോഴും അവിടെയുണ്ട്. അവിടേക്ക് പ്രവേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവേശനത്തിൻ്റെ രൂപം ഇതായിരുന്നു. തല താഴ്ത്തിക്കൊണ്ട് വന്നു. അവിടുന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു, യാ അയ്യുഹന്നാസ് സക്കീനത സക്കീന, ജനങ്ങളെ സക്കീന സക്കീന. സക്കീന എന്നാ? ശാന്തത പുലർത്തുക. അട്ടഹസിച്ചുകൊണ്ടോ അഹങ്കരിച്ചുകൊണ്ടോ അല്ല കയറേണ്ടത്. സക്കീന, ശാന്തരായി യുദ്ധം വിജയിച്ചു. ഇത് നോക്കുക, ഇസ്ലാമിൻ്റെ നിന്ന് ഇസ്ലാമിന് തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ ദീനായിട്ടാണ് ആൾക്കാർ പരിചയപ്പെടുത്തുന്നത്. ഒരു യുദ്ധം വിജയിച്ചടക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ദീൻ പഠിപ്പിച്ചു കൊടുത്തത് ഇങ്ങനെയാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ധിക്കാരികളാകരുത്, അഹങ്കാരികളാകരുത്, വിനയത്തിൽ കയറണം. ഇതേ കാര്യമാണ് ബനൂ ഇസ്രായേലരോടും പറഞ്ഞത്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ് ചെയ്തത്. ചില പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ പറഞ്ഞതായി കാണാം. അവിടുന്ന് എന്ത് ചെയ്തു, മക്കയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഒന്നല്ലെങ്കിൽ ഉമ്മുഹാനിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ പിന്നെ കഅബക്കുള്ളിൽ വെച്ച് അവിടുന്ന് 8 റക്അത്ത് നിസ്കരിച്ചു. ചിലർ പറഞ്ഞു ദുഹാ നിസ്കാരമായിരുന്നു, വേറെ ചിലർ പറഞ്ഞു അല്ല, അത് സ്വലാത്തുൽ ഫാത്തിഹ, വിജയത്തിൻ്റെ നിസ്കാരമായിരുന്നു. അല്ലെങ്കിൽ ചിലർ പറഞ്ഞു സ്വലാത്തു ശുക്രാൻ, അള്ളാഹു വിജയം നൽകിയതിന് നന്ദിയായിക്കൊണ്ടുള്ള നിസ്കാരമായിരുന്നു 8 റക്അത്ത് നിസ്കാരം. സഹാബികളിൽ ചിലർ പിന്നീട് നിസ്കരിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, പിന്നീട് പല സഹാബിമാരും അവർക്ക് വിജയം ലഭിച്ചപ്പോൾ, യുദ്ധത്തിൽ വിജയിച്ചപ്പോൾ നാട് കീഴടക്കിയാൽ എന്ത് ചെയ്തിരുന്നു, അവർ ഈ നിസ്കാരം നിർവഹിച്ചിരുന്നു, 8 റക്അത്ത് നിസ്കാരം. അതുകൊണ്ട് അവർ ചിലർ പറഞ്ഞു, ഭരണാധികാരികൾ, നേതാക്കന്മാർ അവർ യുദ്ധം വിജയിച്ചാൽ അവർക്ക് സുന്നത്താണ് ഈ നിസ്കാരം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ചിലർ പറഞ്ഞു ഇല്ല, അത് ദുഹാ നിസ്കാരം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അല്ലാഹു അലം. ഖുർആനിൽ എന്താ അള്ളാഹു പറഞ്ഞത്? യുദ്ധം വിജയിച്ചാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. നോക്കൂ, ഇസ്ലാം പഠിപ്പിച്ച രീതി നോക്കൂ. പറയുമ്പോൾ ഇവരെ അടിച്ചമർത്തിയും നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ ഒരു തിരിച്ചുവരവിൻ്റെ സന്ദർഭത്തിൽ എന്തെല്ലാം ഒരാളുടെ മനസ്സിൽ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അവർ കല്ലെറിഞ്ഞിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് കാബൻ്റെ അടുത്തുനിന്ന് അവിടുത്തെ കഴുത്തിൽ കൊണ്ടുപോയി ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് അവിടുന്ന് പിന്നെ അഭയാർത്ഥിയെ പോലെ അവിടുന്ന് ഹിജറ ചെയ്ത് മദീനയിലേക്ക് പോയതിന് ശേഷം പോലെ അവിടുത്തെ വെറുതെ വിട്ടിട്ടില്ല. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ, മുസാബ് ബിൻ ഉമേറിനെ, സഹാബികളിലെ പലരെയും, അവിടത്തേക്ക് പ്രിയങ്കരായിരുന്ന പലരെയും ഇവർ വധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമകളായിരുന്ന സൈനബ് റളിയല്ലാഹു അൻഹ ഗർഭിണിയായിരുന്നു. അവർ ഹിജ്റ പോകുന്ന സമയത്ത് ഒട്ടകത്തിൻ്റെ അകത്ത് കുത്തി താഴെ ഇട്ടിട്ട് അവരുടെ ഗർഭം അലസിപ്പോയി. ഇങ്ങനെ ചെയ്തു വെച്ച ഉപദ്രവങ്ങൾ അതിനു മാത്രമുണ്ട്. നോക്ക്, ഏത് ആളായിരുന്നു അവിടുന്ന് അമീനായിരുന്നു. എന്നിട്ട് മദീനയിൽ നിന്ന് അവിടുന്ന് നുബുവത്ത് കിട്ടിയപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ അവിടുന്ന് പറഞ്ഞു, അവിടുത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വറഖ ആദ്യമായി പ്രവാചകത്വം കിട്ടിയെന്നറിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? താങ്കളുടെ നാട്ടുകാർ താങ്കളെ പുറത്താക്കുന്നതാണ് ഇവിടുന്ന്. അപ്പോഴും അവിടുന്ന് ചോദിച്ചത് അവ മുഖ്രിജി യഖൗമി എന്നാണ്, എൻ്റെ ജനങ്ങൾ എന്നെ പുറത്താക്കുക ഇവിടുന്ന്. എന്നെ അവിടത്തേക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത്രയും അവിടുന്ന് ജനങ്ങൾ സ്നേഹിച്ച ആളായിരുന്നു. എന്നിട്ടാണ് അവർ ഈ അവസ്ഥയിലെത്തിച്ചത്. എന്നിട്ടാണ് ഈ തിരിച്ചുവരവ് നടക്കുന്നത്. നോക്കൂ, തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നേതാവ് എന്ത് ചെയ്യാം, വിനയം കാണിച്ചേക്കാം. പക്ഷെ അനുയായികളോട് വിനയം കാണിക്കാൻ ചിലപ്പോൾ പറയാൻ നേതാവിന് വരെ ധൈര്യം ഉണ്ടാവില്ല ഈ സമയത്ത്.
കാരണം അനുയായികളോട് തടുത്തു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, തിരിച്ചടിക്കും അത്. കാരണം ഇത്രയും കാലം ഉണ്ടായിരുന്ന ദേഷ്യം തീർക്കാനുള്ള സമയമാണ് യുദ്ധത്തിൻ്റെ സമയം. പക്ഷെ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടയുകയാണ്, അവരെ പിടിച്ചു വെക്കുകയാണ്. ഈ ദീനാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ ഇന്ന് ഭീകരവാദത്തിന് തീവ്രവാദത്തിന് ദീനാണെന്ന് പറയുന്നത്. യുദ്ധം എവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ബിൽഖീസ് രാജ്ഞി പറഞ്ഞതാണ്, രാജാക്കന്മാർ ഏതൊക്കെ നാട്ടിലേക്ക് കയറിയിട്ടുണ്ടോ യുദ്ധത്തിന്, ആ നാട് തകർത്ത് തരിപ്പണമാക്കിയിട്ടല്ലാതെ അവർ പോയിട്ടില്ല. ഈ കാലത്ത് എല്ലായിടത്തും കാണുന്നതാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളോട് കൽപ്പിച്ചത് അങ്ങനെയല്ല. ഒരു നാട് വിജയിച്ചടക്കിയാൽ വിനയം കാണിക്കുക, ധിക്കാരം കാണിക്കരുത്, അത് അഹങ്കാരികളാകരുത്. ഇതൊരു പരീക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇത് പ്രാവർത്തികമാക്കിയത് ഈ രൂപത്തിലാണ്. വിനയാന്വിതനായിക്കൊണ്ട് മക്കയിലേക്ക് പ്രവേശിച്ചു, നിസ്കരിച്ചു, അള്ളാഹുവിന് ശുക്ർ ചെയ്തു. പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് അബൂ സുഫിയാൻ വന്നു. ഇൻഷാ അല്ലാഹ് പിന്നീട് ഇപ്പോൾ വിശദീകരിക്കുമ്പോൾ പറയാനുള്ളതാണ്. അബൂ സുഫിയാനോട് പറഞ്ഞു, അബൂ സുഫിയാൻ്റെ വീട്ടിൽ കയറിയവർക്ക് സമാധാനമുണ്ട്, പേടിക്കേണ്ട. അബൂ സുഫിയാൻ്റെ സംരക്ഷണമുള്ളവർക്ക് വിശാലമാക്കിക്കൊണ്ടേയിരുന്നു. ഉമ്മുഹാനെ വന്നു, ഉമ്മുഹാനെ നിങ്ങളെ സുരക്ഷ നൽകിയവർക്കൊക്കെ സുരക്ഷയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷ വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവസാനം ചില റിവായത്തുകൾ വന്നതുപോലെ അവിടുന്ന് മക്കയിൽ കഅബയുടെ ചുറ്റും വന്ന ആളുകൾ കൂടിയ ആൾക്കാരോട് ചോദിച്ചു, മാദാ അൻതും തറൗന അന്നീ ഫാഇലുൻ ബിക്കും, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? അവർ പറഞ്ഞു, അങ്ങേ ഞങ്ങൾക്കറിയുന്നത് കരീം ഇബ്നു കരീം, മാന്യനായ ഒരാളുടെ മാന്യനായ മകനായിട്ടാണ്, ഞങ്ങളുടെ മാന്യത അല്ലാതെ കാണിക്കില്ലെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴാണ് അവിടുന്ന് പറഞ്ഞത്, ആ വാക്ക് നേർക്കേറെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അൻതും ഇദ്ഹബു അൻതും തുലഖാ, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് അവിടുന്ന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച രീതി. മക്ക വിജയിച്ചടക്കിയപ്പോൾ സഹാബികൾ സ്വീകരിച്ച രീതി ഇതാണ്. എന്നാൽ ബനൂ ഇസ്രായേലുകാർ 40 കൊല്ലമാണ് അവരുടെ തന്നെ അതിക്രമം കാരണം ഈ നാട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ പുറത്തായത്. എന്നിട്ട് അവർ പ്രവേശിച്ചപ്പോൾ അള്ളാഹുവരോട് കൽപ്പിച്ച കാര്യം 2 കാര്യമാണ്. ഒന്ന്, നിങ്ങൾ തല ഉഞ്ചുകൊണ്ട് കയറുക. 2, അത് നിങ്ങൾ ഈ വാതിൽ കയറുമ്പോൾ മുഫസ്സിരീങ്ങൾ ചിലർ പറഞ്ഞേക്കണം, ഹദീസിലൊന്നുമില്ല, മുഫസ്സിരീങ്ങൾ ചിലർ പറഞ്ഞേക്കണം, വാതിൽ ചെറുതുമായിരുന്നു, തല കുഞ്ചു കയറാൻ പറ്റുന്ന രൂപത്തിലാണ്. ഹിത്ത എന്ന് പറയണം, തിന്മ പുറത്തു തരണേന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമാണ്. എത്ര നിസ്സാരമായൊരു കൽപ്പനയാണത്. അങ്ങനെ അവരോട് കയറിയാൽ അവർക്കുള്ള വാഗ്ദാനമാകട്ടെ അവരുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നതായിരുന്നു. പക്ഷേ ഫബദ്ദലല്ലദീന ളലമൂ ഖൗലൻ, അതിക്രമികൾ ആ വാക്ക് മാറ്റിമറിച്ചു. അവർ പറഞ്ഞു, അവരെന്താണ് പറഞ്ഞത് എന്നതിൽ പലർക്കും അഭിപ്രായത്തിൽ പല മുഫസ്സിരീങ്ങൾ പല കൗലുണ്ട്. പക്ഷേ ഹദീസിൽ വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ കാണാം, ബുഖാരി മുസ്ലിം ധരിച്ച ഹദീസാണ്. ഖീല ലി ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലുകാരോട് പറഞ്ഞു, ഉദ്ഖുലുൽ ബാബ സുജ്ജദ വഖൂലു ഹിത്ത, നിങ്ങൾ വാതിൽ പ്രവേശിക്കുമ്പോൾ വിനയാന്വിതരായി കയറുക, പ്രണമിച്ചുകൊണ്ട് കയറുക, ഹിത്ത എന്ന് പറയും. ഫദഖലു യസ്ഹഫൂന അലാ അസ്താഹിഹിം, അവർ കയറിയത് അവരുടെ പിറകുവശം പൃഷ്ഠഭാഗം മണ്ണിലുരച്ചുകൊണ്ട് പിറകിലേക്ക് കുത്തിക്കൊണ്ടാണ്. ഇങ്ങനെ അഹങ്കാരം കാണിച്ചിട്ട് പരിഹസിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനയെ പരിഹസിച്ചുകൊണ്ട് ഈ ഖൗമ് കയറിയത് തങ്ങളുടെ പൃഷ്ഠഭാഗം ഭൂമിയിൽ ഉരച്ചുകൊണ്ട് അതിൽ കുത്തിയിട്ട് ഇങ്ങനെ പിറകിലേക്ക് നടന്നുകൊണ്ടാണ്. എന്തിനാണ് ഇവർ ചെയ്തത്? എന്താ ആവശ്യമുണ്ടെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അള്ളാഹു കൽപ്പിക്കുകയാണ് നിങ്ങൾ തല കുനിച്ചുകൊണ്ട് കയറണം. പക്ഷേ ഖൗം ഭൂമി ഇത് കിട്ടിയപ്പോൾ അവരുടെ അവസ്ഥയാണിത്. ഹദീസിൽ വന്നാണിത്. ഫദഖലു യസ്ഹഫൂന അലാ അസ്താഹിഹിം, അവരുടെ പൃഷ്ഠം ഭൂമിയിൽ ഉരച്ചുകൊണ്ട് ആണ് അവർ കയറിയത്. മാത്രമല്ല വഖാലു ഹിൻത ഹബ്ബത്തുൻ ഫി ശഅറ, അവർ ഹിത്ത എന്ന് പറയുന്നതിന് വരെ നൂന് വർദ്ധിപ്പിച്ചു. ഹിത്ത എന്ന് പറയാൻ ചെയ്യാറില്ല, ഹിൻത എന്ന് പറഞ്ഞു. ഹിൻത എന്ന് പറഞ്ഞാൽ ധാന്യമാണ്. പല തഫ്സീറുണ്ട്. ഹിൻത, ഹബ്ബ ഫി ശഅറ, അങ്ങനെ പലതും പറഞ്ഞ ആൾക്കാരുണ്ട്. ഹബ്ബത്തുൻ മഅ ശഅറ, നമ്മുടെ കിതാബിലുള്ളത് തഫ്സീറുള്ളത് ഹബ്ബത്തുൻ ഫി ശഅറ, രോമത്തിൽ ഒരു ധാന്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ആ വാക്ക് അവർ മാറ്റിമറിച്ചു. അള്ളാഹു പൊറുക്കലും ചോദിക്കാനുള്ള വാക്ക്, ആ വാക്ക് അവർ
വികൃതമാക്കി കളഞ്ഞു. എന്ത് കാര്യമാണുള്ളത്? എന്താണ് അതിൻ്റെ പിറകിലുള്ള ഛേദോ വികാരമെന്ന് എത്ര ആലോചിച്ചാലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരെത്ര വലിയ വിഡ്ഢികളും ധിക്കാരികളുമായിരുന്നു എന്നതല്ലാതെ മറ്റൊരു കാരണവും ചില സമയത്ത് നമുക്ക് ഇത് ആലോചിച്ച് വിചിത്രമായി തോന്നും. എന്തിനാണ് ഇവരിത് ചെയ്തത് എന്ന്. ഇവരുടെ പുസ്തകങ്ങളിൽ ഈ സംഭവം വന്നിട്ടുണ്ട്. ഇവർ കയറുന്ന സമയത്ത് ധിക്കാരം കാണിച്ചു എന്നുള്ളത്. പക്ഷേ ഇത് ഈ പറഞ്ഞ വിശദാംശങ്ങൾ അതിലില്ല. ഇവരുടെ പുസ്തകത്തിലുണ്ട് ഇവർ ഈ ധിക്കാരം കാണിച്ചു എന്നുള്ളത്. കയറുന്ന സമയത്ത് അതിലുള്ള വാക്ക് പിറുപിറുത്തു എന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് ഇവർ പരാതി പറഞ്ഞു എന്നാണ്. അപ്പം ഇങ്ങനെയാണ് അവർ അവിടേക്ക് കയറിപ്പറ്റിയത്. അള്ളാഹു ഫബദ്ദല അല്ലദീന ളലമു ഖൗലൻ ഗൈറ അല്ലദീ ഖീല ലഹും ഫഅൻസൽനാ അല അല്ലദീന ളലമു റിജ്സൻ മിനസ് സമാ ബിമാ കാനൂ യഫ്സുഖൂൻ. അങ്ങനെ അത് കാരണത്താൽ അവരുടെ മേൽ നാം ശിക്ഷ ഇറക്കി. റിജ്സ് എന്തായിരുന്നു ഈ റിജ്സ്? ചിലർ പറഞ്ഞു ശിക്ഷയാണ്. അത് എന്തായിരുന്നു അല്ലാഹു അലം, ആകാശം എന്ന് വന്നത്. വേറെ ചിലർ പറഞ്ഞു അല്ലാഹു അലം റിജ്സ് എന്നതുകൊണ്ട് ഉദ്ദേശം താഊനാണ്, പ്ലേഗ് രോഗം. അവരെ പ്ലേഗ് ബാധിച്ചു എന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റിജ്സ് എന്നത് വിശദീകരിച്ചപ്പോൾ ഈ ആയത്തിലുള്ള റിജ്സ് അല്ല, മറിച്ച് മൊത്തത്തിൽ അവിടുന്ന് റിജ്സ് എന്നത് വിശദീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു ഇന്ന ഹാദൽ വജഅ ഔ ഇസ്സഖമ റിജ്സുൻ ഉദ്ദിബ ബിഹി ബഅദുൽ ഉമമി ഖബ്ലക്കും. ഈ രോഗം, അതായത് താഊൻ എന്ന രോഗം, പ്ലേഗ് എന്ന രോഗം, ഇത് നിങ്ങൾക്ക് മുൻപുള്ളവർക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത റിജ്സാണ്. ആ ഹദീസിൽ അത് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന റിജ്സ് അതാണോ അള്ളാഹു അലം, അറിയില്ല. പക്ഷെ ചില മുഫസ്സിരിങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കാണ് ഈ രോഗം, ഈ അങ്ങനത്തെ നാടുകളിലാണ് തിന്മ വ്യാപിക്കുമ്പോഴാണ് താഊന് പൊതുവെ വ്യാപിക്കാറുള്ളത്. താഊന് ഭയങ്കര ഭയങ്കര പേടിപ്പെടുത്തുന്ന രോഗങ്ങളിലൊന്നാണ് പ്ലേഗ് രോഗം എന്നുള്ളത്. ഒരു നാട്ടിൽ തുടങ്ങിയാൽ ആ നാട് അങ്ങനെ വ്യാപിച്ച് ധാരാളം ആളുകൾ മരിച്ചിട്ട് ഇത് അവസാനിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ തന്നെ അവിടുന്ന് പറഞ്ഞു ഇത് നിങ്ങൾക്ക് മുൻപുള്ള ഒരു ജനതയ്ക്ക് അള്ളാഹു ഇറക്കിയ ശിക്ഷയായിരുന്നു താഊൻ എന്നത്. സുമ്മ ബഖിയ ബഅദു ബിൽ അർദ്, പിന്നീട് അത് ഭൂമിയിൽ തന്നെ നിലനിന്നു. ഫയദ്ഹബുൽ മറത വയഅതിൽ ഉഖറ, ഇത് ചിലപ്പോൾ വരും, പിന്നെ പോകും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വരും. ചരിത്രം എടുത്ത് നോക്കിയാൽ പ്ലേഗ് എന്നതിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കുറച്ച് കഴിഞ്ഞാൽ പോകും, പിന്നെയും വരും, എവിടെയെങ്കിലും പൊട്ടിപ്പുറപ്പെടും, പിന്നെ അത് അവസാനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന് ശേഷം ഒരു പ്ലേഗ് വന്നിട്ടുണ്ട്, ധാരാളം ആളുകൾ മരിച്ച താഊൻ അംവാസ്. ഹദീസിൽ അത് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ത്യനാളുടെ അടയാളമായിട്ട് താഊൻ അംവാസ് എന്ന പ്ലേഗ് വന്നിട്ടുണ്ട്. ഷാമിൽ പൊട്ടിപ്പുറപ്പെട്ടാണ്. അതിനാണ് സഹാബികൾ ചിലരൊക്കെ മരിച്ചത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഫമൻ സമിഅ ബിഹി ബി അർദിൻ ഫലാ യഖ്ദമൻ അലൈഹി, അത് ഏതെങ്കിലും ഒരു ഭൂമിയിൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോകരുത്. വമൻ വഖഅ ബി അർദിൻ വഹുവ ബിഹാ ഫലാ യുഖ്രിജന്നഹുൽ ഫിറാറു മിൻഹു, ഏതെങ്കിലും ഭൂമിയിൽ ഒരാൾ നിൽക്കുന്ന സമയത്ത് അവിടെ പ്ലേഗ് വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ നാട്ടിൽ നിന്ന് അവൻ പുറത്തേക്ക് പോകുകയും അരുത്. അപ്പോൾ ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. ഫഅൻസൽനാ അലല്ലദീന ളലമു റിജ്സൻ ബിമാ കാനൂ യഫ്സുഖൂൻ. ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ബൈത്തുൽ മഖ്ദിസ് കീഴടക്കുന്ന സന്ദർഭത്തിൽ അവരെ അള്ളാഹു രണ്ട് കാര്യം അവരോട് കൽപ്പിച്ചു. രണ്ടും ഒരു മാറ്റിമറിച്ചു. പറയാൻ പറഞ്ഞ വാക്ക് ഹെത്താനായിരുന്നു, അത് ഹെന്താനാക്കി. ചെയ്യാൻ പറഞ്ഞത് സുജൂദായിരുന്നു, അത് അവർ ഈ വികൃതമായ രൂപത്തിൽ മാറ്റിമറിക്കുകയും ചെയ്തു. ഒരു പിറകുവശങ്ങളിൽ കുത്തിയിരുന്നു കൊണ്ടാണ്, പിറകിലേക്ക് കുത്തിയിരുന്നു കൊണ്ടാണ്. അള്ളാഹു ആലും മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഈ യുദ്ധങ്ങളൊക്കെ ജയിക്കുന്ന സമയത്ത് ജനങ്ങൾ ആ പട്ടണങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആളുകൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ വീക്ഷിച്ചാൽ നമുക്ക് തോന്നും ധിക്കാരവും അഹങ്കാരവും മനുഷ്യരെ പിടികൂടുന്ന സമയമാണിത്, വിജയം കിട്ടുന്ന സമയം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീന് പഠിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അവർ വിജയം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ. ഇന്ന് പലപ്പോഴും എത്രയാണ് മുസ്ലിം പൊതുജനങ്ങൾക്കിടയിൽ അതിക്രമവും ദുൽമുള്ളത്. ഒരു അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങളായിരിക്കെ തന്നെ, ദുർബലരായൊരു ജനമായിരിക്കെ തന്നെ മറ്റുള്ളവൻ്റെ സമ്പത്ത് അന്യായമായി കവരുന്ന ആളുകളുണ്ട്, മോഷ്ടിക്കുന്ന ആളുകളുണ്ട്, പലിശ ഭക്ഷിക്കുന്ന ആളുകളുണ്ട്.
അയൽവാസിയെ ഉപദ്രവിക്കുന്നവരുണ്ട്. ഇതൊക്കെ എല്ലാവരിലും ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ജനത, അവർക്ക് അധികാരവും ശക്തിയും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി? അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകണമെങ്കിൽ ആദ്യം ദീൻ പാലിക്കുക എന്നത് ആവശ്യമാണ്. നമ്മളെ കുടുംബങ്ങളിൽ ദീൻ ഉണ്ടാവുക എന്നുള്ളത്, വിനയവും അള്ളാഹുവിനോടുള്ള അനുസരണവും ധിക്കാരം ഒഴിവാക്കുന്ന സ്ഥിതിയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന അവസ്ഥ നമുക്കിടയിൽ ഉണ്ടാവണം. അതില്ലാതെയുള്ള വിജയം ചിലപ്പോൾ വലിയ പരീക്ഷണമാണ് പിന്നീട് ഉണ്ടാക്കുക, വലിയ പരീക്ഷണമാണ് അത് പിന്നീട് സൃഷ്ടിക്കുക. ഈ ആയത്തിൽ ധാരാളം പാഠങ്ങളുണ്ട്. അതിലൊരു പാഠം, അജീബായൊരു പാഠം, ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു പാഠമാണ്. അദ്ദേഹം പറഞ്ഞു, ഖൂലു ഹിത്ത, ഹിത്ത എന്ന് പറയാൻ അവരോട് പറഞ്ഞു. അവരാ വാക്കിൽ ഒരു നൂന് കൂട്ടിച്ചേർത്തു, ഹിന്ത എന്നാക്കി. അള്ളാഹു കൽപ്പിച്ച ദീനിൻ്റെ കൽപ്പനകളിൽ പുതിയ നിർമ്മിതികൾ, ബിദ്അത്തുകൾ ഉണ്ടാക്കുന്നവർക്കുള്ള താക്കീത് ഈ ആയത്തിലുണ്ട്. കാരണം ഒരു നൂന് അധികരിപ്പിച്ചതിന് ശിക്ഷ ഇതാണെങ്കിൽ, ദീനിൽ നൂനിനേക്കാൾ വലുപ്പമുള്ള പുതിയ പുതിയ വാക്കുകളും പ്രാർത്ഥനകളും ദിക്റുകളും ഇബാദത്തുകൾ തന്നെയും ഉണ്ടാക്കുന്ന ആളുകൾ എത്ര വലിയ അതിക്രമമായിരിക്കും അപ്പോൾ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ റസൂലെ പഠിപ്പിക്കാത്ത, ഇത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയായിരുന്നു, ഇത് ഇന്ന് ആളുകൾ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് മറ്റേ കൊറോണ വ്യാപിച്ച സമയത്ത് ആളുകൾ പറഞ്ഞു, അല്ലേ, നിങ്ങൾ 1000 തവണ യാ ഷേഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞാൽ അസുഖം മാറുന്ന പറഞ്ഞത്. നോക്കൂ, ഒരു നൂന് വർദ്ധിപ്പിച്ചതിനുള്ള ശിക്ഷ ഇതാണ് എങ്കിൽ, ഒരു വാക്കന്നെ ഒന്നാകെ ഉണ്ടാക്കിയ ആളുകൾ, ദീന് പുതിയതുണ്ടാക്കുന്ന ആളുകൾ, ഇബാദത്ത് പുതിയതുണ്ടാക്കുന്ന ആളുകൾ, ശരീഅത്ത് തന്നെ മാറ്റിമറിക്കുന്ന ആളുകൾ, അവർക്കുള്ള ശിക്ഷ എത്ര കഠിനമായിരിക്കും. അപ്പോൾ ദീന് എന്താണോ അള്ളാഹു നൽകിയത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നത് നിർബന്ധമാണ് എന്നതിന് ഈ ഹദീസ് തെളിവാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഖുർത്തുബി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഷിൻഖീത്തി അദ്ദേഹം പറഞ്ഞു, മറ്റൊരു തെളിവുള്ളത് പ്രാർത്ഥനകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകൾ, അത് ആ ലഫ്ദ് തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണെങ്കിൽ അതിൽ മാറ്റം വരുത്തരുത്. നിസ്കാരത്തിലെ സ്വലാത്ത്, നിസ്കാരത്തിലെ തഹയ്യാത്ത്, നിസ്കാരത്തിലെ ദിക്റുകൾ, ആ ലഫ്ദ് അത് തന്നെ ഉച്ചരിക്കാൻ വേണ്ടി നബി പഠിപ്പിച്ച പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥന ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിൽ അക്ഷരം മാറ്റം വരുത്തരുത്. അതിന് ഈ ആയത്തിൽ തെളിവാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, തഅബ്ബുദിയായ ലഫ്ദുകൾ, അതായത് ലഫ്ദ് എങ്ങനെയാണോ പറയാൻ അവിടുന്ന് പഠിപ്പിച്ചു അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറാ ഇബ്നു ആസിബിന് ആ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഅ അംസക്ത നഫ്സി അല്ല اللهم إني أسلمت نفسي إليك وفوضت أمري إليك والجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجا منك إلا إليك آمنت بكتابك الذي أنزلت وبنبيك الذي أرسلت. ഈ പ്രാർത്ഥന ബറാ ഇബ്നു ആസിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? ഇത് ചൊല്ലിയിട്ട് ഇത് അവസാനം പറഞ്ഞുകൊണ്ട് ഒരാൾ കിടന്നുറങ്ങിയിട്ട് ആ ഉറക്കത്തിൽ മരിച്ചാൽ സ്വർഗത്തിലെന്നാണ്. വലിയ ശ്രേഷ്ഠതയുള്ള ദുആ ആണ്. ഈ ദുആ ബറാ ഇബ്നു ആസിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ബറാ ഇബ്നു ആസിബിനോട് തിരിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു, മനപ്പാടാക്കിയിട്ട്. അദ്ദേഹം ഇത് തിരിച്ച് കേൾപ്പിച്ചപ്പോൾ വബി നബിയിക അല്ലദി അർസൽത എന്ന് പറയുന്നിടത്ത് അദ്ദേഹം വബി റസൂലിക അല്ലദി അർസൽത എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, വബി നബിയിക അല്ലദി അർസൽത. നമുക്ക് അവിടെ നബി എന്ന വാക്കിനേക്കാൾ ശ്രേഷ്ഠമായ വാക്കാണ് യഥാർത്ഥത്തിൽ റസൂൽ എന്ന വാക്കിൻ്റെ നോക്കുകയാണെങ്കിൽ റസൂൽ എന്ന വാക്കാണ് കൂടുതൽ ശ്രേഷ്ഠമായ വാക്ക്. ഒന്ന്. രണ്ട് മാത്രമല്ല, അവിടെ അർസൽത എന്നാണുള്ളത്, അല്ലേ? വബി നബിയിക അല്ലദി അർസൽത. അർസല എന്നതിന് യോജിക്കുന്ന പദം ഏതാ? റസൂലാണ് കുറേ കൂടി യോജിക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. പുറമേക്ക് നോക്കുമ്പോൾ അല്ല, നബി എന്നാണ് യോജിക്കുന്നത്, അതുകൊണ്ടാണ് നബി പഠിപ്പിച്ചത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തോന്നാം. പക്ഷേ അവിടുന്ന് സമ്മതിച്ചില്ല. വബി നബിയിക അല്ലദി അർസൽ, വബി നബിയിക അല്ലദി അർസൽ, അങ്ങനെ തന്നെ പറയണം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരിക്കൽ ഒരാൾ തുമ്മൽ വന്നപ്പോൾ തുമ്മിയതിന് ശേഷം അയാൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇബ്നു ഉമർ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മിയാൽ ഞങ്ങളോട് ഹംദ് പഠിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല.
സ്വലാത്ത് പഠിപ്പിച്ചു, പക്ഷേ ഈ തുമ്മിക്കഴിഞ്ഞാലുള്ള സ്വലാത്ത് അത് പഠിപ്പിച്ചില്ല. അവിടെ സ്വലാത്തില്ല, അവിടെ ഹംദേ ഉള്ളൂ, അൽഹംദുലില്ലാഹ്. അവിടെ എന്ത് ചെയ്യരുത്, സ്വലാത്ത് കൂട്ടിച്ചേർക്കരുത്. നോക്കൂ, ഇബാദത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യണമെന്ന് പ്രത്യേക സന്ദർഭവും സാഹചര്യവും പറഞ്ഞ് പഠിപ്പിച്ചത് മാറ്റിമറിക്കാൻ പാടില്ല. അതല്ലാതെ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തഅവ്വദു മിനൽ ഫിതൻ, നിങ്ങൾ ഫിത്നകളിൽ നിന്ന് രക്ഷ തേടണം. അപ്പോൾ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പ്രാർത്ഥിക്കാം. നബി പ്രാർത്ഥിക്കാനേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഫിത്നയിൽ നിന്ന് രക്ഷ ചോദിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അഊദു ബില്ലാഹി മിനൽ ഫിതൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അസ്തഈദു ബില്ലാഹി മിനൽ ഫിതൻ എന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പ്രാർത്ഥിക്കാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പ്രത്യേകമായി ഇന്ന സമയത്ത് ഇന്ന രൂപത്തിൽ പറയണം എന്ന് പഠിപ്പിച്ചാൽ പിന്നെ അത് മാറ്റരുത്, അതിന് മാറ്റം ഉണ്ടാക്കാൻ പാടില്ല. അതിൽപ്പെട്ടതാണ്, അതിൻ്റെ അത്ഭുതകരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു, അദാനിന് മുൻപ് നഹ്നഹ നടത്തുന്നത്, അതായത് എന്ന് ആക്കുന്നത്, തൊണ്ട അനക്കുന്നത്, അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് മക്റൂഹാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഹറാമാണെന്ന് പറഞ്ഞു. സ്ഥിരമായിട്ട് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബിദ്അത്ത് എന്ന അർത്ഥത്തിൽ തൊണ്ട ഇങ്ങനെ എന്താ ഇതിന് പറയാം നോക്കൂലേ നമ്മൾ. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടില്ല അത്. ബിലാൽ ഇബ്നു റബാഹ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തൊണ്ട അനക്കാറുണ്ടായിരുന്നെങ്കിൽ അവർ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു. പക്ഷെ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് എന്തിനുള്ള തെളിവാണ്, അപ്പോൾ ചെയ്തിട്ടില്ല എന്നുള്ള തെളിവാണ്. അപ്പോൾ സ്ഥിരമാക്കരുത്. നമുക്ക് ഒരു തൊണ്ട അനക്കുന്നത് വരെ എന്ത് ചെയ്യരുത്, ദീനിൽ വന്നതിനപ്പുറത്ത് ചെയ്യാതിരിക്കാനുള്ള ശ്രദ്ധ. ഇമാം മാലിക് ഇത് വല്ലാതെ ശ്രദ്ധിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന് ബിദ്അത്തുകളോട് ശക്തമായ ശ്രദ്ധ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് പല ഫത്വകളും ചോദ്യങ്ങൾക്ക് ഉത്തരവിട്ടാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ബിദ്അത്തുകൾ ദീനിൽ കടന്നുകൂടുന്നത് അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്ന ആളാണ്. എല്ലാ ഇമാമുമാരും അതുപോലെ തന്നെയാണ്. പക്ഷേ ഇമാം മാലിക്കിൻ്റെ ചില ഉത്തരങ്ങൾ കണ്ടാൽ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹം കടുത്ത സമീപനം സ്വീകരിച്ചത്. ബിദ്അത്തുകൾക്കെതിരെ ശക്തമായ സമീപനം സ്വീകരിച്ച ഇമാമായിരുന്നു റഹിമഹുല്ലാഹ്. അപ്പോൾ ദീനിൽ ഒരു കാര്യം വന്നാൽ അത് അതുപോലെ തന്നെ ചെയ്യാന്നുള്ളതിന് ഈ ആയത്ത് തെളിവാണ്. അതുപോലെ തന്നെ ഈ ആയത്തിലുള്ള മറ്റൊരു പാഠം, ഇത് യഹൂദരുടെ പൊതു സ്വഭാവമാണ്. സൂറത്തുൽ ബഖറയിൽ തന്നെ ഇത് പലയിടത്തായിട്ടുണ്ട്. എന്ത് പറയുന്ന കൽപ്പിക്കപ്പെടുന്ന വാക്ക് മാറ്റിമറിക്കാന്നുള്ളത്. ഇത് പറയണമെന്ന് പറഞ്ഞാൽ അവരത് പറയില്ല, അതവർ മാറ്റിമറിച്ചിരിക്കും. ഈ ധിക്കാര സ്വഭാവം ഇവരുടെ സ്വഭാവത്തിൽ ബിദ്അത്തുകാരിൽ നിന്ന് കാണാവുന്ന സ്വഭാവമാണ്. പറഞ്ഞത് ചെയ്യൂല, എന്നാൽ അല്ലാത്ത പലതും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഖുർആനിൽ തന്നെ നിങ്ങൾക്ക് ഇത് സൂറത്തുൽ ബഖറയിൽ തന്നെ പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഇത് ഹെത്ത എന്നുള്ളത് ഇവർ ഹിന്ത എന്നാക്കി. സമിഅ്ന വ അതഅ്ന എന്ന് പറയാൻ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു, സമിഅ്ന വ അസൈന എന്ന് പറഞ്ഞു. ഉൻദുർന എന്ന് പറയാൻ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു, റാഇന എന്ന് പറഞ്ഞു. ഒക്കെ സൂറത്തുൽ ബഖറയിൽ തന്നെ സൂചന ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉൻദുർന ഇൻഷാ അല്ലാഹ് വരും. അത് എന്താണോ പറയുന്നത് അത് പറയാതെ മറ്റൊന്ന് മാറ്റി പറയുക എന്നത് ജൂതരുടെ പൊതു സ്വഭാവമായിരുന്നു. ഇങ്ങനെ മാറ്റി പറയൽ. ഇത് അള്ളാഹു ദീൻ അവതരിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞ പോലെ അനുസരിക്കാനാണ്. അതിൽ നമ്മുടേതായ മാറ്റത്തിരുത്തൽ പാടില്ല. അത് ജൂതരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ദീൻ മാറ്റം എന്നുള്ളത്. അള്ളാഹു ദീൻ കെട്ടുറപ്പോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്നത് അത് അതുപോലെ തന്നെ സ്വീകരിക്കാനും അനുസരിക്കാനും വേണ്ടിയാണ്. അതിലെന്ത് ചെയ്യരുത്, മാറ്റത്തിരുത്തലുകൾ വരുത്തരുത്. അതിന് ഈ ആയത്ത് തെളിവാണ്. അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈ സ്വഭാവം യഹൂദരുടെ സ്വഭാവമാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്ർ വദിറാഅൻ ബിദിറാ. മുൻപുള്ളവരുടെ സ്വഭാവം അതുപോലെ പിൻപറ്റുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാകും. ജൂതരെയും നസാറാക്കളെയും അതുപോലെ ദിറാഅൻ ബിദിറാ, മുഴത്തിനു മുഴമായി ചാണിന് ചാണായി പിൻപറ്റുന്നവർ നിങ്ങളിൽ ഉണ്ടായിരിക്കും. ഹത്താ ഇദാ ദഖലു ജുഹറ ദബ്ബിൻ ലതബിഅ്തുമൂഹും. അവരൊരു ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളും അതിൽ പ്രവേശിക്കുന്നതാണ്. അതായത് ഉടുമ്പിൻ്റെ മാളം, എന്താ അങ്ങനെ പറയാൻ കാരണം, ഉടുമ്പിൻ്റെ മാളത്തിൽ ഒരിക്കലും മനുഷ്യന് പ്രവേശിക്കാൻ കഴിയില്ല എന്നത് ചിന്തിക്കാൻ പോലും അവർ കാത്തുക്കില്ല. അവർ ചെയ്തിട്ടുണ്ടോ ഖലാസ്, എങ്കിൽ നമ്മളും ചെയ്യും. ഈ രൂപത്തിലുള്ള അനുസരണം ഉണ്ടായിരിക്കും. ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ മനുഷ്യന് കയറാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവരൊരു ഉടുമ്പിൻ്റെ മാളത്തിൽ കയറി എന്ന് കേട്ടാൽ ഉമ്മത്തിൽ എന്തുണ്ടായിരിക്കും,
അതുപോലെ അതിൽ അവരെ പിൻപറ്റാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഇന്ന് നിങ്ങൾ നോക്കിയാൽ ഇത് കാണാൻ പറ്റും. ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ തബ്ദീലു ഖൗൽ, അള്ളാഹു പറഞ്ഞ വാക്കുകൾ മാറ്റിമറിക്കുക എന്നുള്ളത് ഈ ഉമ്മത്തിൽ വ്യാപകമാണ്. പല കാര്യങ്ങളിൽ നിസ്കാരത്തിൽ അത് കാണാം. പുതിയ രൂപം നിസ്കാരത്തിൽ ഉണ്ടാക്കുക, ഇബാദത്തുകളിൽ കാണാം, ദിക്റുകളിൽ കാണാം, പുതിയ ദിക്റുകൾ ഉണ്ടാക്കുക. അപ്പോൾ ആളുകൾ പുതിയ ദിക്ർ ഉണ്ടാക്കാൻ മാത്രമല്ല, എന്നിട്ട് എന്താ ചെയ്യുന്നത്? അത് ഹദീസിൽ വന്ന ദിക്റിനേക്കാൾ ശ്രേഷ്ഠത പഠിപ്പിക്കുകയാണ്. ഉദാഹരണത്തിന് സ്വലാത്തുൽ ഫാത്തിഹ എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ പ്രചരിക്കാറുള്ള ഒരു ദിക്റുണ്ട്, തരീഖത്തിൻ്റെ ആൾക്കാരുണ്ടാക്കിയതാണ്. ഈ ദിക്റിൻ്റെ ശ്രേഷ്ഠതയായി ഇവർ പറയുന്നത് ഖുർആൻ ഇത്ര ഓതിയാൽ പോലും കിട്ടുന്നതൊക്കെ വലിയ പ്രതിഫലം ഉണ്ട് എന്നുള്ള രൂപത്തിലാണ്. അപ്പം ഇങ്ങനെ ദിക്റുകൾ പുതിയതുണ്ടാക്കുക എന്നത് ഇവരുടെ സ്വഭാവത്തിന് അനുയോജ്യമായത്. നമുക്ക് ചെയ്യാൻ പാടില്ല. ഒരു മുസ്ലിം ഒരിക്കലും അങ്ങനത്തെ കാര്യത്തിലേക്ക് പോകരുത്. അതുപോലെ ഇബാദത്തുകൾ മാറ്റിമറിക്കുക, വാക്കുകൾ മാറ്റിമറിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാറ്റിമറിക്കുക, അള്ളാഹു പറഞ്ഞത് മാറ്റിമറിക്കുക, ഖുർആനിൽ മാറ്റത്തിരുത്തൽ വരുത്തുക. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായ കാര്യമാണത്. നബിയോട് ദുആ ചെയ്യാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവായിട്ട് ഖുർആൻ തന്നെ മാറ്റിക്കളഞ്ഞു. കിതാബിൽ ഖുർആൻ്റെ ഹറക്കത്ത് മാറ്റിക്കളഞ്ഞു എന്നുള്ളത്. ഇങ്ങനെ ചെയ്യാന്നുള്ളത് യഹൂദരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അത് ഈ ഉമ്മത്തിൽ സംഭവിക്കുന്നതാണ് എന്തു വന്നാലും എന്നതിന് ഈ ആയത്തുകൾ തെളിവാണ്. വഹദാ അല്ലാഹു അലം. സല്ലല്ലാഹു അലൈഹി വസല്ലം വബറക നബീന മുഹമ്മദ് വഅലാ